ദൈവമേ, പ്രത്യക്ഷ ദൈവമേ, ആത്മാവിലാനന്ദം നൽകുന്ന ദൈവമേ. പ്രത്യക്ഷ ദൈവമേ, പ്രത്യക്ഷ ദൈവമേ, ആത്മാവിലാനന്ദം നൽകുന്ന ദൈവമേ. ആദിവിത്തായിട്ടുദിച്ചൊരു ദൈവമേ, ആദിവിത്തായിട്ടുദിച്ചൊരു ദൈവമേ, അഖിലാണ്ട സൃഷ്ടികൾ ചെയ്യുന്ന ദൈവമേ, അഖിലാണ്ട സൃഷ്ടികൾ ചെയ്യുന്ന ദൈവമേ. പ്രത്യക്ഷ ദൈവമേ, പ്രത്യക്ഷ ദൈവമേ, ആത്മാവിലാനന്ദം നൽകുന്ന ദൈവമേ. പ്രത്യക്ഷ ദൈവമേ, അതിയന്തമില്ലാത്ത ആനന്ദ സ്വരൂപനേ, അതിയന്തമില്ലാത്ത ആനന്ദ സ്വരൂപനേ, ആലോകമീ ലോകമായി വാഴും സുഖാനന്ദമേ. ആദിയന്തമില്ലാത്ത ആനന്ദ സ്വരൂപനേ, ആലോകമീ ലോകമായി വാഴും സുഖാനന്ദമേ. മായയെ ജയിക്കുന്ന ജ്ഞാനസമ്പൂർണ്ണ രൂപ, അജ്ഞാനം മാറ്റിയെൻ്റെ ആത്മാവിൽ വാഴും നാഥ. നിഷ്കളങ്ക ജ്ഞാനസ്വരൂപനാകുന്ന ഗുരു ഈ ലോകത്തിലേക്ക് തിരുവവതാരമായി വന്ന് സർവ്വ ആത്മാക്കളിലുമുള്ള അജ്ഞാനത്തെ സംഹാരം ചെയ്ത് ഉന്നതമായ മഹാഭാഗ്യത്തെ അഥവാ നിത്യവെളിച്ചത്തെ, നിത്യാനന്ദത്തെ ആത്മാവിൽ പ്രദാനം ചെയ്യുവാൻ വേണ്ടി ഉന്നതമായ ഈ ആദർശത്തെ സ്ഥാപിച്ച് അവിടെവിടങ്ങളിൽ നിന്നായി ആ ദേവീദേവന്മാരെ അയച്ച് ഓരോ സന്താനങ്ങളെയും തേടിപ്പിടിച്ച് ഈ സന്നിധാനത്തിൽ എത്തിച്ച് ഉന്നതമായ ഈ ആദർശത്തിൻ്റെ പ്രവർത്തകരാക്കി നിങ്ങളെ ഓരോരുത്തരെയും വളർത്തുന്നത് ഉന്നതമായ നിത്യാനന്ദം നിങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയാണ്. ആ നിത്യാനന്ദ രാജ്യത്തിലേക്ക് ചേർക്കപ്പെടുവാൻ വേണ്ടി ദൈവത്താൽ നിയോഗിതരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഞായറാഴ്ച വീണ്ടും ഇപ്രകാരം ഒത്തുചേർന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ ഇടയായത് മഹാശക്തിയുടെ കാരുണ്യമാണ്. ആ കാരുണ്യത്തിന് നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. കഴിഞ്ഞ ഞായറാഴ്ച ഈ സമയം ഉന്നതമായ നമ്മുടെ മഹാധാരാസ്ഥിതിയുടെ സമാപന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതിന് മുൻപുള്ള ആഴ്ച എന്ന് പറയുന്നത് ദേഹവും ലോകവും മറന്ന് സന്താനങ്ങൾ അങ്ങനെ താരാസ്തുതിയിൽ ആനന്ദിക്കുകയായിരുന്നു. വളരെയേറെ കുഞ്ഞുങ്ങൾ നമ്മുടെ താരാസ്തുതിയിൽ പങ്കെടുത്തു. എന്നാൽ വളരെ ചിട്ടയോടുകൂടി അവർ ഈ താരാസ്തുതിയിൽ ബന്ധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു അവസ്ഥയായി മാറി. എല്ലാ ഹൃദയങ്ങളിലും, മുതിർന്നവരിലും സന്യാസ പരമ്പരകളിലുമെല്ലാം വളരെ സന്തോഷം പകരുന്ന അവസ്ഥയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇടപെട്ടു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു. അത് മഹാശക്തി സ്വീകരിച്ചു. അത് ആ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി ഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അത് നിലനിർത്തിക്കൊണ്ടവർ പോവുക എന്നതാണ്. അപ്പോൾ അപ്രകാരം ആനന്ദാവസ്ഥയിൽ നടത്തപ്പെട്ട ഉന്നതമായ മഹായജ്ഞത്തിന് ശേഷം നമ്മൾ ഉന്നതമായ പൂരനക്ഷത്രത്തിൻ്റെ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് താരാസ്തുതി വന്നത്. അപ്പോൾ വീണ്ടും
ഓരോ കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ വീണ്ടും ഗുരുമുമ്പാകെ നന്ദിപ്പെടുക, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം നന്ദിപ്പെട്ട് പ്രാർത്ഥിക്കുക അതൊരു വലിയ കടമയാണ്. ആത്മബോധോദയ സംഘാംഗങ്ങളുടെ ഒരു കടമയാണ് ഗുരുമുമ്പാകെ നന്ദിപ്പെടുക. അത് മൈക്കിൽ പറയുന്നത് മാത്രമല്ല നന്ദി. ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്, എല്ലാവരും വന്ന് ഈ മൈക്കിൽ കൂടെ ഞാൻ ഇന്നതുപോലെ സ്തുതിക്കരുന്നു, എനിക്ക് ഇന്ന അനുഭവം ഉണ്ടായി എന്ന് പറയുന്നതല്ല, നന്ദിയായി ജീവിക്കുക എന്നുള്ളതാണ്. ഇന്ന് പല ആളുകളും രക്ഷിതാക്കൾ വന്ന് എന്നോട് പറഞ്ഞു, സ്തുതിയിൽ ഇടപെട്ടതിന് ശേഷം മക്കൾ ഭവനത്തിൽ വന്ന് വളരെയേറെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ആത്മീയമായ കാര്യങ്ങളിൽ അവർക്കൊരു ശ്രദ്ധയും ഓർമ്മയും പഠിക്കുന്ന കാര്യങ്ങളിലൊരു പ്രത്യേകതയും എല്ലാം കാണുന്നുണ്ട്, വലിയ സന്തോഷമുണ്ട് പോയിട്ട് എന്ന് പലരും എന്നോട് പറഞ്ഞു. അത് ഈ താരാസ്തുതിയുടെ ഒരു അനുഭവമാണത്. കാരണം അതിൽ കൂടി അവരിലേക്ക് പകർന്നു കിട്ടിയ സദ്ബുദ്ധി, അതുവരെ സദ്ബുദ്ധി അവരിൽ മറവായിരുന്നു, അതുകൊണ്ട് ചിട്ടവട്ടങ്ങളൊക്കെ തെറ്റിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ മാതാപിതാക്കൾ അങ്ങനെ പറയുന്നത്. പക്ഷേ അവരിലേക്ക് സദ്ബുദ്ധി എത്തിയപ്പോൾ അവർ ആ ചിട്ടയിലേക്ക് വീണ്ടും പ്രവേശിച്ചു. അത് രക്ഷിതാക്കൾക്ക് സന്തോഷമായി ഭവിക്കുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി തീരും. അപ്പോൾ ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ എന്താണ് വേണ്ടത്? നമ്മുടെ നിയമങ്ങളെ കൃത്യമായി പരിപാലിക്കുക. അപ്പോൾ അത് കൃത്യമായി പരിപാലിച്ച് നിങ്ങൾ ജീവിതം ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഓരോ ഭാഗങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. ആവശ്യമില്ലാത്ത എല്ലാം കൂടെ അങ്ങനെ കോട്ട കാണാനല്ല, മനക്കോട്ട കാണാനല്ല, ആവശ്യമുള്ളതെല്ലാം ഈശ്വരന് എത്തിച്ചു തരും. അപ്പോൾ ഞങ്ങളിങ്ങനെ വിളക്ക് കത്തിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇന്നതുപോലെ വേണം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾ പഠിക്കാതെ പോയി പരീക്ഷ എഴുതിയാൽ മാർക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടുകയില്ല. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. വിദ്യാർത്ഥിയുടെ തപസ് എപ്പോഴും വിദ്യ അഭ്യസിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം നമ്മുടെ കാര്യങ്ങളും കൂടി ചെയ്യണം, എങ്കിലേ അത് പൂർത്തിയാവുകയുള്ളൂ. നമുക്ക് ഈശ്വരൻ അനുവദിച്ചിരിക്കുന്ന ബുദ്ധിയും ഓർമ്മയും ഈശ്വര കാരുണ്യമില്ലാതെ നമുക്കത് വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയില്ല, പ്രകാശിപ്പിക്കുവാൻ കഴിയില്ല. ഇപ്പം നമുക്കൊരു അവസരം വരുമ്പോൾ, ഒരു പരീക്ഷയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളോ വരുമ്പോൾ നമുക്കത് പ്രകാശിപ്പിച്ച് കിട്ടണമെങ്കിൽ ആ ഈശ്വര കാരുണ്യം ഉണ്ടാകണം. അതിനാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ പഠിക്കാതെ ഇരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടും കാര്യമില്ല, പ്രാർത്ഥിക്കാതെ പഠിച്ചതുകൊണ്ടും കാര്യമില്ല. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഉന്നതമായ വിജയം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്നത്, ഉന്നത ഭാഗ്യങ്ങളിലേക്ക് എത്തുവാൻ കഴിയുന്നത്. ദൈവത്തിൻ വാഴ്ച ചിന്തിച്ചാൽ അന്തമില്ല. വാഴുന്നു അഖിലേശൻ. എന്തതിശയമേ ദൈവത്തിൻ വാഴ്ച ചിന്തിച്ചാൽ അന്തമില്ല. എന്തതിശയമേ സർവശക്തനാകുന്ന ദൈവം, സർവാധികാരിയായ ദൈവം, സർവാന്തര്യാമിയായ ദൈവം, സർവകലകൾക്കും അധികാരിയായ ദൈവം, സർവസുഖത്തിന്റെ ഉടമസ്ഥനായ ദൈവം ഈ ലോകത്തിലേക്ക് അവതാരമായി നിന്ന് നടത്തുന്ന അവതാര കർമ്മങ്ങളുടെ വർണ്ണനകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വർണ്ണിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാകണമെങ്കിലും അവതാരത്തിന്റെ കാരുണ്യം ഉണ്ടാകണം. കാരുണ്യമില്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ നടക്കുകയില്ല. അതുകൊണ്ടാണ് അതിനെ നിത്യസമ്പത്തായി കരുതുന്നത്. ആ വൻ കൃപ, ദൈവത്തിന്റെ കൃപ കാരുണ്യമായി, അനുഗ്രഹമായി, നിത്യസമ്പത്തായി ഓരോരുത്തരിലും സൂക്ഷിച്ചു വയ്ക്കേണ്ടിയിരിക്കുന്നു. ആ അപ്രകാരമുള്ള സൂക്ഷിപ്പാണ് ആ നിയമജീവിതം എന്ന് പറയുന്നത്. ആ കൈ കിട്ടുന്ന ധനത്തെ അനാവശ്യമായി ദൂർത്തടിക്കുന്ന സ്വഭാവമല്ല വേണ്ടത്. ആ കിട്ടുന്ന ആനന്ദത്തെ, അതിസുഖത്തെ, അവർണ്ണനീയമായ പരമസുഖത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ച് അതിനെ നഷ്ടമാക്കാതെ സൂക്ഷിച്ച് മുൻപോട്ടുള്ള നിയമജീവിതം നയിക്കുക. ആ നിയമജീവിതത്തിൽ കൂടി അല്ലാതെ ഇതിനെ
സൂക്ഷിക്കുവാൻ വേറെ ഒരു മാർഗവുമില്ല. ആ നിയമം പാലിക്കണമെന്നാണ് ഓരോ കർമ്മങ്ങളിലും ഞാൻ നിങ്ങളെ കൂടുതൽ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടത്തപ്പെട്ട ധാരാസ്തുതിയിലും അതിനു മുമ്പ് നടന്ന സമാധിനാചരണത്തിലും അതിനു മുമ്പ് നടന്ന ആചാര്യസ്തുതിയിലും അതിനു മുമ്പ് നടന്ന ഭക്തനാൾ സ്തുതിയിലും അതിനു മുമ്പ് നടന്ന പൂരം നക്ഷത്രത്തിലും അതിനു മുമ്പ് നടന്ന പൂരാട നക്ഷത്രത്തിലും എന്നു വേണ്ട എന്തെല്ലാം കർമ്മങ്ങൾ നടന്നാലും ഒന്നേ പറയാനുള്ളൂ, നിയമം പാലിക്കണം ആത്മാക്കളെ, നാമവും സ്തുതിക്കണം ആത്മാക്കളെ, നിയമം പാലിക്കണം നാമവും നിയമവും പാലിക്കുവാൻ തീരുമാനിച്ചു നാം ജീവിക്കണം. നാമം ഗുരുവാകുന്നു, നിയമം വിളക്കാകുന്നു. അപ്പൊ നിത്യവെളിച്ചമാകുന്ന നിയമത്തെ ആ നിത്യവെളിച്ചമാകുന്ന ഗുരുവിലേക്ക് എത്തിക്കുവാനുള്ള വഴിയാണ് ആത്മബോധോദയ സംഘം. അപ്പോ സൽപ്രകാശമായി നിയമങ്ങളെ പാലിക്കുന്നു, ഉൾപ്രകാശമായ ഗുരുവിലേക്ക് എത്തുന്നു. അപ്പോ ധർമ്മകർമ്മങ്ങളിലൂടെ സത്യത്തിലേക്ക് എത്തുകയാണ്. സത്യവും ധർമ്മവും എന്ന് പറയുന്നത് നാമവും നിയമവുമാണ്. അപ്പൊ ഉന്നതമായ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് നാമം സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുവിനെ സ്തുതിക്കുക എന്നാണ്. ഗുരുവിനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നാണ്. അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ നിത്യാനന്ദത്തെ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ കഴിയുള്ളൂ. അപ്പോൾ നിത്യസ്വത്താകുന്ന നിത്യാനന്ദത്തെ ആത്മാവിൽ കരുതി ജീവിക്കുവാൻ തീരുമാനം ചെയ്ത് ഗുരുമുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും. എങ്ങനെയാണ് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്? എപ്പോഴും സൂക്ഷിച്ച് ജീവിച്ചു കൊള്ളാമെന്നാണ്. അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടുന്ന നിങ്ങൾ നിയമം കയ്യിലെടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, എന്ന് പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടത്തിന് നിയമത്തെ വളച്ചൊടിക്കാൻ തുടങ്ങിയാൽ, ആ ഹൃദയത്തിലോ ആ പരിസരത്തോ ഗുരുവിനെയോ ഗുരുവിന്റെ കാരുണ്യത്തെയോ അനുഭവിക്കുവാൻ പറ്റുകയില്ല. ആ ഒരു വിധത്തിലും ആ കാരുണ്യം ഉണ്ടാവുകയില്ല. അപ്പൊ കാരുണ്യം എപ്പോഴും ഉണ്ടാകണമെങ്കിൽ ചിന്തയിലും വാക്കിലും കർമ്മത്തിലും ഗുരുവിന്റെ സാന്നിധ്യം ഉണ്ടാവണം. അങ്ങനെ എപ്പോഴും സൂക്ഷിച്ചു ജീവിച്ചു കൊള്ളാമൻ ഇപ്പോൾ മുതൽ ഞാനും സമ്മതിച്ചേ. എപ്പോഴും സൂക്ഷിച്ചു ജീവിച്ചു കൊള്ളാമൻ ഇപ്പോൾ മുതൽ ഞാനും സമ്മതിച്ചേ. എപ്പോഴും സൂക്ഷിച്ചു ജീവിച്ചു കൊള്ളാമൻ ഇപ്പോൾ മുതൽ ഞാനും സമ്മതിച്ചേ. സൂക്ഷിച്ചു ജീവിപ്പാനുള്ളൊരു സൂക്ഷ്മത ആത്മാവിൽ അങ്ങു നിറയ്ക്കണമേ. സൂക്ഷിച്ചു ജീവിപ്പാനുള്ളൊരു സൂക്ഷ്മത ആത്മാവിൽ അങ്ങു നിറയ്ക്കണമേ. സൂക്ഷ്മജ്ഞാനിയാകും സദ്ഗുരു ഓതുന്ന സൂക്ഷ്മജ്ഞാനമല്ലോ സൂക്ഷ്മതയാൻ. സൂക്ഷ്മജ്ഞാനിയാകും സദ്ഗുരു ഓതുന്ന സൂക്ഷ്മജ്ഞാനമല്ലോ സൂക്ഷ്മതയാൻ. സൂക്ഷ്മജ്ഞാനിയാകും സദ്ഗുരു ഓതുന്ന സൂക്ഷ്മജ്ഞാനമല്ലോ സൂക്ഷ്മത താൻ. സൂക്ഷ്മജ്ഞാനിയാകും സദ്ഗുരു ഓതുന്ന
സൂക്ഷ്മത സൂക്ഷ്മജ്ഞാനത്താൽ ഒഴുകിയ ഹൃദയത്തിൽ സൂക്ഷ്മജ്ഞാനിയാകും ഗുരു ഉണ്ടല്ലോ. സൂക്ഷ്മജ്ഞാനത്താൽ ഒഴുകിയ ഹൃദയത്തിൽ സൂക്ഷ്മജ്ഞാനിയാകും ഗുരു ഉണ്ടല്ലോ. സൂക്ഷ്മജ്ഞാനത്താൽ ഉളവായ ലോകത്തിൽ ഗുരുവിന്റെ അധിവാസം കാണാമല്ലോ. സൂക്ഷ്മജ്ഞാനത്താൽ ഉളവായ ലോകത്തിൽ ഗുരുവിന്റെ അധിവാസം കാണാമല്ലോ. എന്തിലും ഏതിലും ഗുരുവിന്റെ രൂപത്തെ കാണുവാൻ സൂക്ഷ്മത ആവശ്യം താൻ. എന്തിലും ഏതിലും ഗുരുവിന്റെ രൂപത്തെ കാണുവാൻ സൂക്ഷ്മത ആവശ്യം താൻ. എന്തിലും ഏതിലും ഗുരുവിന്റെ രൂപത്തെ കാണുവാൻ സൂക്ഷ്മത ആവശ്യം താൻ. സൂക്ഷ്മജ്ഞാനങ്ങളെ കേട്ടുകൊള്ളുക, സൂക്ഷ്മതയോടങ്ങു ജീവിക്കുക. സൂക്ഷ്മജ്ഞാനങ്ങളെ കേട്ടുകൊള്ളുക, സൂക്ഷ്മതയോടങ്ങു ജീവിക്കുക. സൂക്ഷിപ്പാൻ വന്നൊരു ദൈവം നിന്നിൽ രക്ഷിപ്പാൻ കൂടെ വസിച്ചിടുമേ. സൂക്ഷിപ്പാൻ വന്നൊരു ദൈവം നിന്നിൽ രക്ഷിപ്പാൻ കൂടെ വസിച്ചിടുമേ. സൂക്ഷിപ്പാൻ വന്നൊരു ദൈവം നിന്നിൽ രക്ഷിപ്പാൻ കൂടെ വസിച്ചിടുമേ. അവതാര തിരുശബ്ദം സൂക്ഷ്മജ്ഞാനങ്ങളാണ്. അത് ലോകത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന അക്ഷരങ്ങൾ അതിലേക്ക് ഉപയോഗിക്കുന്നു എങ്കിലും അതിന്റെ ഉള്ളടക്കമായി നിൽക്കുന്ന സൂക്ഷ്മജ്ഞാനമാണ് ഭക്തഹൃദയങ്ങളിൽ പതിക്കേണ്ടത്. അത് പതിക്കണമെങ്കിൽ ആ ഹൃദയം അതേ വിധത്തിൽ ശുദ്ധമായി തീരണം. ജന്മാന്തര സുഹൃതം ഉണ്ടാകണം. ജന്മിയാകുന്ന ഗുരുവിന്റെ കാരുണ്യം ഉണ്ടാകണം. പരിശുദ്ധത നിറവേറ്റുവാനുള്ള ആർത്തി ഉണ്ടാവണം. പരിശുദ്ധ ജ്ഞാനങ്ങളോടും പരിശുദ്ധ കർമ്മങ്ങളോടും ബന്ധമുണ്ടാവണം. അപ്പോൾ മാത്രമാണ് ഈ സൂക്ഷ്മജ്ഞാനങ്ങൾ, ആന്തരികമായി അടങ്ങിയിരിക്കുന്ന സൂക്ഷ്മജ്ഞാനങ്ങൾ ഒരു ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിക്കുന്നത്. അപ്പോഴാണ് അതിന്റെ സുഖം അറിയുന്നത്. അതുവരെയും ഈ ഭാഷകൾ പല വിധത്തിൽ കണ്ടും കേട്ടും അതിലെ സാഹിത്യവും അതിലെ പ്രാസവും അതുപോലെ ഇതിവൃത്തവും ഒക്കെ കണ്ടങ്ങ് പോകാനേ പറ്റുള്ളൂ. അതല്ല കാണേണ്ടത്. കാണേണ്ട രൂപത്തെ കാണേണ്ടതുപോലെ നിന്റെ ഉള്ളിൽ കണ്ടെങ്കിലേ ഇതിന്റെ സുഖം അറിയാൻ കഴിയുള്ളൂ. അതിന് ഈ സൂക്ഷ്മജ്ഞാനം കൊണ്ടല്ലാതെ അതിന് നിവൃത്തിയാക്കുവാൻ ഒരു മാർഗം പ്രകൃതി കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ടാണ് പാടിയത് സൂക്ഷ്മരൂപനാം സദ്ഗുരു രൂപത്തെ ഭക്തിയോടെ ഞാൻ ശുശ്രൂഷ
ഏത് ശരീരത്തിൽ ഇരുന്നുകൊണ്ടാവട്ടെ, ഭഗവാൻ അത് ഏത് തിരുശരീരത്തിൽ വാഴുന്നുകൊണ്ടാവട്ടെ, ഒരു പ്രകൃതിയിലേക്ക് ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയിലേക്ക് ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ മർത്യകുലത്തിന്റെ ആകമാനമുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ്. മർത്യകുലത്തിന്റെ ആകമാനമുള്ള രക്ഷയ്ക്ക് വേണ്ടി കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ തിരുവാഴ്ചയിൽ ഉന്നതമായ ഒരു ശബ്ദമുണ്ടായി. ഉന്നതമായ ഒരു നിശബ്ദം ഉണ്ടായി. വിശേഷിച്ച് വിദേശത്തേക്കോ അല്ലെങ്കിൽ പട്ടാളത്തിലേക്കോ ഒക്കെ പോകുന്ന സന്താനങ്ങൾ യാത്ര ചോദിക്കാൻ വരുമ്പോ, വിദേശത്തേക്കോ പട്ടാളത്തിലേക്കോ ഒക്കെ ജീവിക്കാൻ യാത്ര ചെയ്യാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വരുന്ന അനുവാദം ചോദിക്കുമ്പോൾ, യാത്ര ചോദിക്കാൻ വരുമ്പോ യാത്ര ചോദിക്കാൻ വരുമ്പോൾ വളരെ നിർബന്ധമായി പറയും, എടാ ഒരു കാരണവശാലും നീ കോഴി ഇറച്ചി കഴിക്കരുത്, ഒരു കാരണവശാലും നീ കോഴി ഇറച്ചി കഴിക്കരുത്, അത് മുഴുവൻ വിഷമാണ്. മുഴുവൻ വിഷമാണ്. ശക്തമായ ഒരു തീരുമാനമായിരുന്നു. ശക്തമായ ഒരു തീരുമാനം അനേകങ്ങളിലേക്ക് വളരെ നിർബന്ധപൂർവം അത് അറിയിച്ചു. അനേകങ്ങളിലേക്ക് വളരെ നിർബന്ധപൂർവ്വം ഈ ആരാധനാവേദിയിൽ നിന്നുകൊണ്ട് അറിയിച്ചു. ആ ആരാധനാവേദിയിൽ മഹാശക്തി എഴുന്നള്ളി. വളരെയേറെ ആളുകൾ ഭവനങ്ങൾ അത് ഉപയോഗിച്ചു കൊണ്ടിരുന്നവർ, അവിടെ അവശേഷിച്ചിരുന്ന ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നത് വരെ ഉപേക്ഷിച്ചവരുണ്ട്. ആ വീടുകളിൽ അത് ഉപയോഗിച്ചു, അതുവരെ ഉപയോഗിച്ചിട്ടിരുന്നത് ഫ്രിഡ്ജിൽ ഇരുന്ന് അത് ഉപേക്ഷിച്ചവരുണ്ട്. ഈ കൽപ്പന കേട്ട ശേഷം അത് പൂർണ്ണമായി മാറ്റിയവരുണ്ട്. കൽപ്പന കേട്ട ശേഷം അത് പൂർണ്ണമായി മാറ്റി. എന്നാൽ പണ്ട് ഒരു 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 മുസ്ലിയാര് ഒരിടത്ത് ഓതാൻ പോയി. അപ്പൊ അവരുടെ നിയമപ്രകാരം ഈ ചത്തതിനെ ഒന്നും കഴിച്ചുകൂടാന്നാണ്. വീണ് ചത്ത് കിടക്കുന്ന ആ സാധനത്തെ കറി വെച്ച് അവർ ഉപയോഗിക്കുകയില്ല. അപ്പൊ അവിചാരിതമായിട്ട് ഇദ്ദേഹം വീട്ടിൽ കയറി ചെന്നു. അവരൊരു ചത്ത കോഴിയാണ് കറി വെച്ചത്. അപ്പോ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, മുസ്ലിയാരോട് പറഞ്ഞു, ഇന്ന പോലെ കറി അങ്ങ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. വേറെ മാർഗമൊന്നും ഇല്ലല്ലോ, ഇച്ചിരി ചാറ് കൂട്ടി അങ്ങ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അവര് ആഹാരം കൊണ്ട് കൊടുത്ത് ഇച്ചിരി ചാറ് ഒഴിച്ചു. അപ്പൊ പറഞ്ഞു, മനസ്സോടെ വീഴുന്ന കഷണവും കഴിക്കാം. ആരാ? ഈ മുസ്ലിയാര്. കറി കണ്ടപ്പം കപ്പലോടി. അപ്പൊ എന്ത് പറഞ്ഞു? മനസ്സോടെ വീഴുന്ന ചത്ത കോഴീന്റെ ചാറ് കൂട്ടാൻ മനസ്സോടെ വീഴുന്ന കഷണവും കൂട്ടാം. അതാവരുത്, അങ്ങനെയല്ല കൽപ്പന. അത് ഏത് വിധത്തിലായാലും നമുക്ക് വലിയ ദ്രോഹം ചെയ്യും അല്ലെങ്കിൽ നമുക്ക് നാശം ഉണ്ടാകുമെന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടായാൽ പോലും അങ്ങനെയുള്ളത് ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. അഥവാ നമുക്കങ്ങനെ തോന്നിയാലും ഒരിക്കലും ഗുരുവിന്റെ കൽപ്പനയെ മറികടന്നൊരു പ്രവൃത്തിക്ക് ആരും തയ്യാറാകരുത്. അത് അത്യാപത്ത് വിളിച്ചു വരുത്തും. പല അനുഭവം നമ്മുടെ ആദർശത്തിൽ ആ വിധത്തിലുണ്ട്. ഈ മഹാഗോപുരം നിർമ്മിക്കുന്ന ഭൂമി കൈവശമായ സമയത്ത് ഭഗവാനോട് വളരെ സ്നേഹവും വാത്സല്യവും ഉള്ള ഒരു പരമഭക്തൻ അവിടെ കുറച്ച് തെങ്ങും തൈ വാങ്ങിച്ചു വെക്കണമെന്ന് തീരുമാനിച്ചു. വളരെ ശക്തമായിട്ട് അങ്ങ് തീരുമാനമെടുത്തു. അപ്പോ ഭഗവാൻ പറഞ്ഞു, വേണ്ട, അവിടെ ഇപ്പൊ തെങ്ങും തൈ ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞ തെങ്ങേ കയറാൻ ആളില്ല, അതുകൊണ്ട് തെങ്ങ് വെക്കണ്ടെന്നാ പറഞ്ഞത് എന്നാണ് കൽപ്പന ഉണ്ടായത്. അപ്പൊ അതല്ലേ, അത് നമുക്ക് ആളൊക്കെ ഉണ്ടാവും, നമുക്ക് വെക്കാമെന്ന് അങ്ങ് പറഞ്ഞു. പക്ഷെ അനുവാദം കൊടുത്തില്ല. അപ്പൊ അപ്പുറത്തൂടെ വന്ന് എന്നോട് പറഞ്ഞു, ഒരു ശകലം പൈസ തരാമെങ്കിൽ ഞാൻ 5-6 തെങ്ങ് തൈ വാങ്ങിച്ചു അങ്ങ് വെക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ധനകാര്യമൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോ എന്നോട് വന്ന് പറഞ്ഞു, ഇച്ചിരി പൈസ തരാമെങ്കിലേ അതൊക്കെ ആവശ്യമുള്ളതല്ലേ, ഒന്നായാലും നമുക്ക് തെങ്ങൊക്കെ വേണ്ടായോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഭഗവാന്റെ കൽപ്പനയില്ലാതെ ഞാൻ തരികയില്ല. വേണമെങ്കിൽ ഞാനും കൂടെ വരാം, ഒന്നുകൂടെ നമുക്ക് ചോദിക്കാം. ചോദിച്ച് അനുവദിക്കുവാണെങ്കിൽ തരാം, അല്ല ഞാൻ തരികയില്ല എന്ന്. അപ്പൊ അദ്ദേഹത്തിന് അത് വലിയ നീരസമായിപ്പോയി. കുറെ നാളത്തേക്ക് എന്നോട് സംസാരിക്കില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ തന്നെ ധനം ഉപയോഗിച്ചോ അല്ലെ ആരുടെയോ സഹായം ഉപയോഗിച്ചോ കുറെ തെങ്ങും തൈ കൊണ്ടുവന്ന് വെച്ചു. തെങ്ങും തൈ വാങ്ങിച്ചു വെച്ചു. കുറെ ഏറെ തെങ്ങും തൈ വെച്ചു. പക്ഷേ അന്ന് ഈ ഗോപുര നിർമ്മാണത്തെ കുറിച്ചോ അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ആലോചനയില്ലാത്ത സമയമാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. വളരെ പെട്ടെന്നാണ് നമ്മളിപ്പോൾ ഈ ഗോപുര നിർമ്മാണത്തെ കുറിച്ച് ആലോചിച്ചു. തെങ്ങും തൈ എല്ലാം ഒന്ന് വേര് പിടിച്ച് വന്നതേ ഉള്ളൂ. മുഴുവനും പറിച്ചു മാറ്റേണ്ടതായിട്ട് വന്നു. ഗോപുരം വയ്ക്കുന്നതിന് കുറച്ച് സ്ഥലം മതി,
പക്ഷേ അതിന് ക്രെയിൻ ഓടണം, ശിലകൾ കൊണ്ടിടണം, എങ്ങനെയായാലും ഇതെല്ലാം കേടായി പോകും. അപ്പൊ അതെല്ലാം അവിടുന്ന് ഇളക്കി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. അതെല്ലാം ഒന്നും റെഡിയായി കിട്ടിയില്ല. കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്, വളരെ കുറച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്, ബാക്കിയെല്ലാം പോയി. അപ്പൊ ആ കൽപ്പനയുടെ മാഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണു കൽപ്പന? ആയതു പാലിപ്പാൻ നിങ്ങൾ ഒരുങ്ങുക ഭക്തരെല്ലാം. എന്താണ് കൽപ്പന? ആയതു പാലിപ്പാൻ നിങ്ങൾ ഒരുങ്ങുക ഭക്തരെല്ലാം. എന്താണ് കൽപ്പന? ആയതു പാലിപ്പാൻ നിങ്ങൾ ഒരുങ്ങുക ഭക്തരെല്ലാം. കൽപ്പിച്ചത് ആരാണെന്ന് ബോധ്യമുള്ളവർക്ക് ഒരു കൽപ്പനയും മുടക്കാൻ കഴിയില്ല. അപ്പൊ ആദ്യം ബോധ്യമാകേണ്ടത് എന്താണ്? അവതാരമായി വന്ന് വാഴുന്നത് ആരാണ് എന്ന് അകതാരിൽ ബോധ്യമുണ്ടാകണം. ആരാണ് അവതാരമായി വാഴുന്നത്? അറിവാകുന്ന അവതാരം ഉദയമായി. അറിവാകുന്ന അവതാരം ഉദയമായി. അറിവുകളൊഴിവാക്കാൻ ഉദയമായി ലോകെ ഉദയ
പൂർണ്ണ ജന്മമല്ലോ പൂർണ്ണ ദൈവമോ അനുഭവമാക്കുവാൻ വാഴുന്നു താൻ ലോകേ വാഴുന്നു താൻ അനുഭവമാക്കുവാൻ വാഴുന്നു താൻ ലോകേ വാഴുന്നു താൻ അനുഭവമാകട്ടെ ആത്മലോകമോ അനുഭവമാകട്ടെ ആത്മലോകമോ ശുഭമേറുന്നാനന്ദം കണ്ടിടട്ടെ എന്നും കണ്ടിടട്ടെ ഓ ശുഭമായ ആനന്ദം മർത്യജന്മങ്ങളിൽ അനുഭവമാക്കുവാൻ ശുഭാനന്ദ നാമത്തിൽ അവതാരമായി വാഴുന്ന ഖഡ്ഗവതാരത്തെ പൂർണ്ണമായി കാണുവാൻ നിങ്ങൾക്ക് അനുവാദവും അനുഗ്രഹവും ജഗദീശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. ആത്മാവിൽ ദാനം ചെയ്യുവാൻ ശുഭാനന്ദ നാമത്തിൽ തിരുവതാരമായി വാഴുന്ന സമ്പൂർണ്ണ ജ്ഞാനകൽക്കിയുടെ നിരൂപത്തെ നമ്മുടെ ആത്മാവിൽ അനുഭവമാകുവാൻ തക്കവണ്ണം ജഗദീശ്വരൻ കരുണ ചെയ്യുമാറാകട്ടെ. അനുവാദവും അനുഗ്രഹവും ദാനം ചെയ്യട്ടെ. അപ്രകാരം അനുവാദവും അനുഗ്രഹവും ലഭിച്ചിരിക്കുന്ന സന്താനങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ നിയമത്തെ പാലിച്ചുകൊണ്ട് ഈ നാമത്തെ സ്തുതിച്ചുകൊണ്ട് ഇടത്തും വലത്തും നോക്കണ്ട, മുന്നോട്ട് തന്നെ യാത്ര ചെയ്യുക. ആ ഗുരുവരന്റെ അറിവിൻ പിൻപേ അനുഗമിക്കുന്നു എന്ന ചിന്തയോടുകൂടി ആ ഓരോരുത്തരും പരിശുദ്ധ ജീവിതം നയിച്ചാൽ എല്ലാ ലോകത്തിലാർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഒരു ശക്തിക്കും നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ശക്തിക്കും ശക്തിയായി വാഴുന്ന പൂർണ്ണശക്തിയാണ് ശുഭാനന്ദ രൂപം. ആ തന്നിൽ നിന്നുണ്ടായി വന്നതൊക്കെ ഈ പ്രപഞ്ചത്തിൽ കാണുവാനും കേൾക്കുവാനും അറിയുവാനും ഉള്ളൂ. അതുകൊണ്ടുണ്ടായ ലോകത്തിൽ ഉണ്ടായ ദേഹത്തിൽ ജീവിക്കുന്ന മർത്യജന്മങ്ങളെ ഉള്ളതായുള്ള ലോകത്തിലേക്ക് ചേർക്കപ്പെടുവാൻ വേണ്ടി ഈ നിയമത്തെ പാലിച്ചുകൊള്ളുക. അനുഭവമായ ആനന്ദത്തെ നഷ്ടപ്പെടുത്താതെ ജീവിക്കുക. ഇനിയും ഉന്നതമായ കർമ്മങ്ങൾ ശ്രേഷ്ഠമായി നടത്തുവാൻ മഹാശക്തിയുടെ കാരുണ്യത്തിനായി യാചിക്കുക. ഉന്നതമായ ഉത്രാടം ജന്മനക്ഷത്രവും മഹാസമാധി ദിനാചരണവും അതുപോലെ ധാരാസ്തുതിയും എല്ലാം വീണ്ടും അടുത്തടുത്ത് വരികയാണ്. അതുപോലെ ശാഖാശ്രമ വാർഷികങ്ങൾ പലതും നടക്കാറുണ്ട്. ഈ വരുന്ന 13-ാം തീയതി കാട്ടുപള്ളി ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. അത് ഉന്നതമായ നിലയിൽ ജഗദീശ്വരൻ നടത്തട്ടെ. കഴിഞ്ഞ ദിവസം ആളുകൾ വളരെ കുറവായിരുന്നുവെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേർന്ന് കോത്തല ശാഖാശ്രമ വാർഷികം അനുഗ്രഹമായി നടത്തപ്പെട്ടു. 8 സന്യാസിമാർ പങ്കെടുത്തു. അതും ഈശ്വരന്റെ കാരുണ്യമാണ്. ഉന്നതമായതിന്റെ വളർച്ചയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതമായ ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ സാധിച്ച നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന അറിവുകളും അനുഭവങ്ങളും നിങ്ങൾ ഈ ആരാധന കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അത് തന്നെ വീണ്ടും ചിന്തിച്ച് ആ വീട്ടിൽ ചെന്ന ശേഷം അതിനെ തന്നെ തമ്മിൽ ആലോചിച്ചും സംസാരിച്ചും ഈ ആനന്ദത്തെ നിലനിർത്തുവാനുള്ള പരിശുദ്ധ ജീവിതം ചെയ്യുവാൻ വീണ്ടും നിങ്ങളെ അറിയിക്കുകയാണ്. ഉന്നതനാകുന്ന ദൈവം നിങ്ങൾക്കായി ഒരുക്കിയ ഈ ആരാധനാവേദിയിൽ നിങ്ങളുടെ ദുഃഖപരിഹാരത്തിനായി അർപ്പിക്കപ്പെട്ട നേർച്ചകളെല്ലാം ഞാനിതാ സ്വീകരിക്കുകയാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം സത്യം കേട്ട് ഈ ആദർശത്തെ സ്വീകരിച്ചിരിക്കുന്ന എന്റെ പൊന്നോമന
സന്താനങ്ങൾക്ക് ഈ ആദർശത്തിൽ കൂടി അടിയുറച്ച് ജീവിതം ചെയ്ത് നിത്യാനന്ദത്തെ കരസ്ഥമാക്കുവാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാഗോപുരം അതിന്റെ എല്ലാ പൂർണ്ണതകളോടും കൂടി പ്പെടുവാൻ മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടുകൂടി മഹാശക്തി കരുതട്ടെ. ആ തിളക്കമാർന്ന ഹൃദയങ്ങളിലെ തിളക്കമാർന്നവയൊക്കെ നിലനിർത്താൻ കഴിയുള്ളൂ. ആ വിധത്തിൽ ആ ഹൃദയം ഈശ്വരൻ കരുതി നിലനിർത്തുമാറാകട്ടെ. രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും അതിൽ കർമ്മിക്കുന്ന ഓരോരുത്തരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. സ്വദേശത്തും വിദേശത്തുമായി ജീവിക്കുന്ന നമ്മുടെ അരിമ കുഞ്ഞുങ്ങൾ നല്ല വിദ്യ അഭ്യസിച്ച് നല്ല ധർമ്മബോധമുള്ളവരായി ജീവിതം ചെയ്ത് ആദർശ ശുദ്ധിയോടുകൂടി ജീവിതം ചെയ്ത് ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനാവശ്യമായ ബുദ്ധിയും ഓർമ്മയും ശക്തിയും എല്ലാം മഹാശക്തി അവർക്ക് ദാനം ചെയ്യട്ടെ. അവരെ നല്ലവരായി വളർത്തിക്കൊണ്ടുവരുവാനുള്ള ധർമ്മബോധം മാതാപിതാക്കൾക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും ജഗദീശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. ആ വിധത്തിൽ എല്ലാവരെയും ഉന്നതവരായി ജഗദീശ്വരൻ വളർത്തട്ടെ. നമുക്കിവിടെ അന്തേവാസിയായി ജീവിക്കുന്ന തപോഹൃദയനും ഈ പ്രാവശ്യം സ്കൂളിലേക്ക് പോവുകയാണ്. അവനും നല്ല കുഞ്ഞായി വളർന്നു വരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. മഹനീയ ശക്തിയുടെ കാരുണ്യം സർവാത്മാക്കൾക്ക് ലഭിക്കുവാൻ, സർവശക്തിയുടെ നിറഞ്ഞ കാരുണ്യം അനുഗ്രഹവും അനുഭവമാകുവാൻ മഹാശക്തി നിറഞ്ഞ ലോകത്തിൽ വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി വാഴട്ടെ, പ്രത്യക്ഷമായി വാഴട്ടെ, പ്രത്യക്ഷമായി വാഴട്ടെ, ശാന്തിയായി വാഴട്ടെ, ആത്മലോക രക്ഷാർത്ഥമാകട്ടെ. മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ദേവലോക തുല്യമായ ദേവാലയം, ദേവലോക തുല്യമായ ദേവാലയം,